വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്തായാലും ഗവർണർ ഇന്നും നിയമവിദഗ്ധരുമായി ചർച്ച നടത്തുന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കാർത്തു. ശരി ബിനോയ്, തുടരുക. മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ച ആഭ്യന്തര സെക്രട്ടറി. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാണ് റിപ്പോർട്ടുകൾ. പൂരം അലങ്കോലപ്പെട്ടിട്ടും ADGP MR അജിത് കുമാർ ഇടപെട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബിനോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനോയ്, ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്തരത്തിലുള്ള ഒരു നടപടിയാകാം ഉണ്ടാവുക? വിവരങ്ങൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ത്രിതല അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിൽ പൂർത്തിയായത് ADGP MR അജിത് കുമാറിനെതിരെ നൽകിയ പരാതിയിലുള്ള അന്വേഷണമാണ് പൂർത്തിയായത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ DGP ഷെയ്ഖ് ദർബേസ് സാഹിബ് തന്നെ അവിടെ ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറി കൃത്യമായും ഒരു നടപടിക്ക് ADGP MR അജിത് കുമാർ അർഹനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന DGPയുടെ കണ്ടെത്തലുകളെ ശരിവെക്കുന്ന തരത്തിലാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെയും റിപ്പോർട്ട്. അതായത് MR അജിത് കുമാറിനെതിരെ കർശനമായ നടപടി ഉണ്ടാകണം എന്ന് തന്നെ അതിനകത്ത് വ്യക്തമായി പറയുന്നു. കാരണം ഒരു മന്ത്രി ഉൾപ്പെടെയുള്ളവർ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല. രണ്ടാമത്തെ പ്രധാന പ്രശ്നം, പൂരം അലങ്കോലപ്പെട്ടു എന്നറിഞ്ഞിട്ടും അവിടെ തൃശ്ശൂരിലുണ്ടായിരുന്ന MR അജിത് കുമാർ ആ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നേരെ തലസ്ഥാനത്തേക്ക് മടങ്ങുകയായിരുന്നു. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള DGPയുടെ റിപ്പോർട്ടിനെ ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നടപടി അനിവാര്യമാണ് എന്നും വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത ഉണ്ടാവില്ല. കാരണം MR അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവസാന നിമിഷം വരെയും കഴിഞ്ഞ ഇത്രയും പ്രതിസന്ധി ഉണ്ടായപ്പോഴൊക്കെ തന്നെയും മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. MR അജിത് കുമാറും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നടപടിയെടുക്കാൻ സാവകാശമുണ്ട്. ഒരുപക്ഷെ മറ്റ് മന്ത്രിസഭാ യോഗങ്ങളും മറ്റോ ആലോചിച്ചതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഒരു നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത. കാർത്തു. ശരി, തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിലാണ് ADGP MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ആ കാര്യത്തിലേക്ക് ഒരു നിർണായക തീരുമാനം ഉണ്ടാവുക. ബിനോയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം